തണ്ണിമത്തൻ ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കാൻ മാത്രം, ജീവൻ അപഹരിക്കാൻ മാത്രം കാരണക്കാരനായി മാറുമോ? അത്രമാത്രം സൂക്ഷിച്ചു കഴിക്കേണ്ട ഒരു ഭക്ഷണമാണോ തണ്ണിമത്തൻ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഒരു ആശങ്ക തന്നെയാണ് ഇപ്പോൾ ഉയരുന്നത്. കഴിഞ്ഞ ദിവസം ഒരു കുടുംബത്തിലെ 4 പേർ ഒരുമിച്ച് മരണപ്പെട്ടു എന്നുള്ള വാർത്ത പുറത്തു വന്നതോടുകൂടി ഉണ്ടായ ആശങ്കയാണിത്. ചിക്കൻ അടങ്ങിയ മുട്ട അടങ്ങിയ ചിക്കൻ ബിരിയാണി അല്ലെങ്കിൽ ചിക്കൻ പുലാവ് കഴിച്ചതിന് ശേഷം ഇവർ തണ്ണിമത്തൻ കഴിച്ചതായാണ് വിവരം. ഇതിനുശേഷം ദേഹാസ്വസ്ഥ്യം ഉണ്ടാവുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുകയും പിന്നീട് മരണം സംഭവിക്കുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ. ഈ വാർത്ത പുറത്തു വന്നതോടെ വിരുദ്ധ ആഹാരങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമാവുകയാണ്. അതിനേക്കാൾ വലിയ ആശങ്കകൾ ഇപ്പോൾ ഉണ്ടാകുന്നതായാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. വളരെ ദുരൂഹമായ ഒരു സംഭവമാണിത്. ആശുപത്രി അധികൃതർ പോലും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഈ 4 പേരുടെ ജീവൻ നഷ്ടമായ സംഭവം അത്തരത്തിലൊരു ദുരൂഹതയാണ് ഉയർത്തുന്നത്. ഫോറൻസിക് നടപടികളും അതിൽ ലഭിക്കുന്ന കണ്ടെത്തലുകളും നിർണായകമാകുമെന്ന് പോലീസ് പറയുന്നു. ചൊവ്വാഴ്ച ഫോറൻസിക് സംഘം വീട് പരിശോധിച്ചിരുന്നു. അതായത് മരണപ്പെട്ട ആളുടെ വീട് പരിശോധിച്ചു. അവർ അവസാനമായി കഴിച്ച ഭക്ഷണത്തിന്റെ സാമ്പിളുകൾ, തണ്ണിമത്തൻ സാമ്പിളുകൾ, വെള്ളം, മറ്റ് ഭക്ഷണങ്ങൾ എന്നിവ ഉൾപ്പെടെയെല്ലാം ശേഖരിച്ചിട്ടുണ്ട്. ഇത് ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്ക് അയച്ചിട്ടുണ്ട്. അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ട് ഈ കേസിൽ നിർണായകമാകും. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് വ്യക്തമാകുമെന്നാണ് പോലീസ് പറയുന്നത്. പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം ഭക്ഷ്യവിഷബാധയാണ് 4 മരണങ്ങൾക്കും കാരണമെന്ന പ്രാഥമിക റിപ്പോർട്ടുകളാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. പ്രാഥമികമായി ഭക്ഷ്യവിഷബാധയാണെന്ന് കാരണമെന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും കുടുംബം ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദത്തിലായിരുന്നോ എന്നതും പരിശോധിക്കുന്നു. ആത്മഹത്യയോ കൊലപാതകമോ പോലുള്ള സാധ്യതകളും അന്വേഷണ വിധേയമാണ്. സാമ്പത്തിക കാരണങ്ങളാൽ അബ്ദുൾ സമ്മർദ്ദത്തിലായിരുന്നോ എന്നതും പോലീസ് പരിശോധിക്കുന്നു. അതിനായി അദ്ദേഹത്തിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ ഉൾപ്പെടെ പരിശോധിക്കുകയാണെന്ന് പോലീസ് സൂചിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ അവർ കഴിച്ച അവസാന ഭക്ഷണവുമായി ബന്ധപ്പെട്ടും പ്രത്യേകിച്ച് തണ്ണിമത്തനുമായി ബന്ധപ്പെട്ടും അന്വേഷണം നടക്കുന്നു. മലിനീകരണം, മായം ചേർക്കൽ, വിഷവസ്തുക്കളുടെ സാന്നിധ്യം എന്നിവ പരിശോധിക്കുന്നതിനായി വിപുലമായ അന്വേഷണം പുരോഗമിക്കുന്നു. ഈ കേസിൽ ഫോറൻസിക് റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും നിർണായകമാകും. എല്ലാ കണ്ടെത്തലുകളും സംയോജിപ്പിച്ചിട്ടുള്ള വിലയിരുത്തലാണ് മരണത്തിന്റെ കൃത്യമായ കാരണം വ്യക്തമാക്കുക. കഴിഞ്ഞ ആഴ്ചയാണ് ഒരു കുടുംബത്തിലെ 4 പേർ തണ്ണിമത്തൻ കഴിച്ചതിന് ശേഷം അസ്വസ്ഥത അനുഭവിച്ച് മരണവാർത്ത പുറത്തു വന്നത്. ഈ വാർത്ത പുറത്തു വന്നതോടെ തണ്ണിമത്തൻ എങ്ങനെ കഴിക്കണമെന്ന ആശങ്കയും ഉയരുന്നു. അതോടൊപ്പം തണ്ണിമത്തൻ വിപണിയിൽ ആവശ്യകത കുറയുകയും ചെയ്തു. മുംബൈയിലെ പഴവിപണിയിലെ തണ്ണിമത്തന്റെ വില കിലോഗ്രാമിന് ഏകദേശം 7 രൂപ വരെ കുറഞ്ഞതായി റിപ്പോർട്ടുകൾ. വേനൽക്കാലത്ത് ഏറെ ഉപയോഗിക്കുന്ന ഒരു പഴമായിട്ടും ഇപ്പോൾ ആവശ്യകത കുറഞ്ഞിരിക്കുകയാണ്. കിലോഗ്രാമിന് 5 മുതൽ 7 വരെയും വിലയിടിവുണ്ടായിട്ടുണ്ട്. ഇത് വ്യാപാരികൾക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്ന സാഹചര്യമാണ്. സാധാരണയായി കിലോഗ്രാമിന് 10 മുതൽ 35 രൂപ വരെ മൊത്ത വിലയുണ്ട്. ചില്ലറ വിൽപ്പനയിൽ കിലോഗ്രാമിന് 30 മുതൽ 100 വരെയും വിലയുണ്ട്. മുംബൈയിലെ ഒരു പ്രദേശത്ത് ഒരു ദമ്പതികളും അവരുടെ 2 പെൺമക്കളും തണ്ണിമത്തൻ കഴിച്ചതിന് ശേഷം മരിച്ചതായി റിപ്പോർട്ടുകൾ വന്നതോടെയാണ് ഈ ആശങ്ക ഉയർന്നത്. ഇന്ത്യയിലെ വേനൽക്കാലത്തെ ഏറ്റവും പ്രിയപ്പെട്ട പഴങ്ങളിലൊന്നാണ് തണ്ണിമത്തൻ. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആളുകൾക്ക് അത് ആത്മവിശ്വാസത്തോടെ കഴിക്കാൻ കഴിയുന്നില്ല. വലിയ പരിഭ്രാന്തിയാണ് ആളുകൾ കാണുന്നത്. ഇവർ കഴിച്ച തണ്ണിമത്തന്റെ അവസ്ഥ എന്തായിരുന്നു എന്നത് ഇപ്പോഴും വ്യക്തമല്ല. കീടനാശിനികളുടെ അവശിഷ്ടങ്ങൾ കാരണമായിരിക്കുമോ മരണമെന്നതും പരിശോധിക്കുന്നു. കൃഷിഘട്ടത്തിൽ തന്നെ വിവിധ കീടനാശിനികൾ ഉപയോഗിക്കുന്ന സാധ്യതയുണ്ട്. അത് തണ്ണിമത്തനിൽ അവശിഷ്ടമായി നിലനിൽക്കാം. ഇത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം. ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറും ഈ വിഷയത്തിൽ വിശദീകരണം നൽകിയിട്ടുണ്ട്. മറ്റു പഴങ്ങളിലും ഇത്തരം അവശിഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. മരണപ്പെട്ടവരുടെ വീട്ടിൽ നിന്ന് തണ്ണിമത്തൻ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അത് എവിടെ നിന്നാണ് വാങ്ങിയതെന്നത് സ്ഥിരീകരിക്കാൻ ബില്ലില്ലാത്തത് അന്വേഷണത്തിന് തടസ്സമാകുന്നു. ഈ സംഭവത്തെ തുടർന്ന് നഗരവ്യാപകമായി പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. പഴങ്ങൾ കൃത്യമായി പഴുപ്പിക്കുന്നതിനുള്ള രീതികളും പരിശോധിക്കുന്നു. കാൽസ്യം കാർബൈഡ് ഉപയോഗിച്ച് പഴുപ്പിക്കൽ പോലുള്ള കാര്യങ്ങളും പരിശോധിക്കുന്നു. എല്ലാ സാമ്പിളുകളും ലബോറട്ടറിയിലേക്ക് അയച്ചിട്ടുണ്ട്.